ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ വാഴയില വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ്. വാഴയില വെച്ച് ഒരുപാട് റെസിപ്പീസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു പുതിയൊരു റെസിപ്പിയാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോണത്. അപ്പോൾ വാഴയിലയ്ക്ക് ഒരുപാട് പ്രയോജനങ്ങളുള്ള ഒരു സംഭവമാണ് വാഴയില എന്ന് പറയുന്നത്. വാഴയിലയിൽ ക്യാൻസർ പോലുള്ള പല രോഗങ്ങൾക്കും കാരണമായിട്ടുള്ള ഫ്രീ റാഡിക്കൽസിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന പ്രകൃതിദത്തമായിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ് വാഴയില എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വാഴയിലയിൽ ചൂട് ചോറൊക്കെ വാഴയിലയിൽ സദ്യയൊക്കെ വിളമ്പാറില്ലേ. അപ്പോൾ ആ ഇലയിലുള്ള ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ വലിച്ചെടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ഇലയിൽ കഴിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു ഗുണവും കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത് വെച്ചിട്ടൊരു റെസിപ്പി ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് ഏറെ ബെനിഫിറ്റുള്ളൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി ചെയ്യാനായിട്ട് നമ്മൾ വാഴയില എടുക്കുമ്പോഴത്തേക്കും ഈ ഒരു നടുവിലെ പോർഷൻ ഒഴിവാക്കിയിട്ടാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഇലയുടെ സൈഡിലുള്ള ഒരു ബ്രൗൺ കളർ ഒരു വര ഉണ്ടാവുമല്ലോ, ആ ഒരു പോർഷനും കൂടെ കളഞ്ഞിട്ടാണ് വാഴയില എടുക്കുന്നത്. അപ്പോൾ ഇലയിൽ വല്ല ചെമന്തി വലയോ പുഴുവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി ചെക്ക് ചെയ്തിട്ട് വാഴയില കഴുകിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ചെമന്തി വലയൊന്നും ഇല്ലാണ്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ഇത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് അരക്കുമ്പോൾ കുറച്ച് ഈസി ആയിട്ട് അരക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി ചെറിയ ചെറിയ പീസസ് ആക്കി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പാളയംകുടൻ പഴത്തിൻ്റെ ഒരു വാഴയുടെ ഇലയാണ് എടുത്തിട്ടുള്ളത്. അതെടുത്ത് കഴിഞ്ഞാൽ ചവർപ്പുണ്ടാവില്ല. മറ്റ് പഴത്തിൻ്റെ ഇതൊക്കെയാണെങ്കിൽ ഏത്തവാഴയുടെയോ അങ്ങനത്തെ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു ചവർപ്പുണ്ടാവും ഇതുണ്ടാക്കിയാൽ. അപ്പം ഇത് വെച്ചിട്ടുണ്ടാക്കിയാൽ ചവർപ്പൊന്നും ഉണ്ടാവില്ല. എല്ലാവർക്കും ആ ഒരു ഡൗട്ട് ഉണ്ടാവും, വാഴയില വെച്ചിട്ടുണ്ടാക്കിയാൽ വാഴയിലയുടെ ഒരു ചവർപ്പ് ഉണ്ടാവില്ലേന്ന്. അപ്പോൾ അങ്ങനത്തെ ഒരു സംശയവും വേണ്ട, യാതൊരു ഡൗട്ടും വേണ്ട. അങ്ങനത്തെ ഒരു ചവർപ്പോ സംഭവങ്ങളോ വാഴയില വെച്ചിട്ടാണ് ഉണ്ടാക്കിയതെന്ന് പറയാണ്ട് ഒരു സംഭവം അറിയത്തേ ഇല്ല. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളത്തിൽ അരച്ചെടുക്കാണ്ട് കുറച്ച് വെള്ളമായിട്ട് അരച്ച് നോക്കുക. അപ്പോൾ അരയണില്ല എന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് വെള്ളത്തിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ അത് നന്നായിട്ട് അരയോ ഇല്ല, അതിൻ്റെ ഒരു ആ ഒരു സത്വം നമുക്ക് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ച ഇലയില നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഞാനിവിടെ ഒരു 3/4 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. പകുതി എടുത്തിട്ട് ഞാൻ അരയ്ക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടില്ല. അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി ഞാൻ അരച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വെള്ളം പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളത്തിലൊന്ന് ലൂസാക്കി ഇനി നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് വേണം ലൂസാക്കി എടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ്സിൽ അരിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും അധികം അതിൻ്റെ ഒരു ചണ്ടി കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമില്ല, നമുക്ക് കളയാം. അപ്പോൾ നമുക്ക് ഈ ഒരു ജ്യൂസാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു ജ്യൂസ് നമുക്ക് ഒരു മണിക്കൂറോളം നമുക്ക് മാറ്റി ഒന്ന് അടിയാനായിട്ട് വെക്കാം. ഒന്ന് സെറ്റിലായി കഴിഞ്ഞിട്ട് വേണം നമുക്ക് അതിൻ്റെ ഒരു ജ്യൂസ് എടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഗ്ലാസ്സിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് 2 ലെയറായിട്ട് ആ ഒരു ജ്യൂസ് അടിഞ്ഞിട്ടുണ്ട്. അതിൽ നമുക്ക് ആ തെളി അടിഞ്ഞിരിക്കുന്ന ആ ഒരു മേളിലത്തെ പോർഷൻ മാത്രമാണ് നമുക്ക് വേണ്ടത്. താഴത്ത് നമുക്ക് ആവശ്യമില്ലാത്തതാണ്. അതിലൊരു ചവർപ്പ് കാണും. അപ്പോൾ നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്. ഈ പാനിലേക്ക് ഞാനൊരു 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാരയ്ക്ക് അര കപ്പ് വെള്ളം എന്നുള്ളൊരു കണക്കിലാണ് വെള്ളം എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് ഈ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ ക്യാരമലായിട്ട് ആവണ്ട, നമുക്ക് നന്നായിട്ട് പതഞ്ഞ് വരുമ്പോഴത്തേക്കും ആ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ഇതുണ്ട് നല്ല ബബിൾസൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഫുള്ളായിട്ട് ആ ബബിൾസൊക്കെ വന്ന് തിളച്ച് വരുന്ന ഒരു ടൈമിൽ നമുക്ക് ഈ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് ഫുള്ളായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ആ തെളി അടിഞ്ഞിട്ടുള്ള ഒരു മുകളിലത്തെ ഒരു പോർഷൻ മാത്രം നമുക്ക് ഈ ഒരു തിളച്ച പഞ്ചസാര ലൈനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ആ ഒരു തെളി മാത്രം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ആ ഒരു ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ള സംഭവം അടിഞ്ഞെടുക്കണം, അത് നമുക്ക് ഒഴിച്ചു കൊടുക്കരുത്. കാര്യം അതിനൊരു ചവർപ്പ് ചുവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ തെളിഞ്ഞ ഒരു ജ്യൂസ് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഫ്ലെയിം നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ടൈമിൽ നമുക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കളർ തികച്ചും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ ആണെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന ടൈമിൽ നമ്മൾ കളർ ചേർക്കണമെന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോക്ക് വേണ്ടിയിട്ട് ഒരു ഭംഗി കിട്ടാനായിട്ട് മാത്രമാണ് കളർ ആഡ് ചെയ്യുന്നത്. കളർ വേണമെന്നില്ല, ഓൾറെഡി അതിൻ്റെ ഒരു പച്ച കളറുണ്ട്.
ലൈറ്റ് ഒരു പച്ചയുണ്ട്, ഇച്ചിരി കൂടെ ഡാർക്ക് പച്ച കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കളർ ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു പിഞ്ച് ഉപ്പ് കൂടി ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യുന്നുണ്ട്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ തിള വരുന്ന ടൈമിൽ അഴുക്ക് പോലെ ഇങ്ങനെ സൈഡിൽ പൊങ്ങുന്നുണ്ട്. അത് ഈ പഞ്ചസാരയിലുള്ള അഴുക്കുകളും കാര്യങ്ങളൊക്കെയാണ് ഈ പൊങ്ങുന്നത്. അപ്പോൾ ആ ഒരു സൈഡിൽ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതിങ്ങനെ സൈഡിൽ നിന്ന് ചെറുതായിട്ട് പൊങ്ങി പൊങ്ങി വരുമ്പോൾ നമുക്ക് ഒരു സ്പൂണോ വല്ലതും വെച്ചിട്ട് അതൊന്ന് കോരിയെടുത്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ അങ്ങനെ എല്ലാം അഴുക്കുകളും സംഭവങ്ങളൊക്കെ കോരി മാറ്റി കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ തിളയ്ക്കണ വരെയെന്ന് വെച്ചാൽ ഇതുപോലെയല്ല കേട്ടോ, നല്ല രീതിക്ക് പതഞ്ഞ് പൊങ്ങുന്ന പോലെ തിളക്കണം. അപ്പോൾ ദാ ഈ ഒരു പരുവം കണ്ട ഇതുപോലെ നല്ല പോലെ പതഞ്ഞ് പൊങ്ങി വരും. അപ്പോൾ ഇതല്ല ശരിക്കും അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അത് നന്നായിട്ട് അതൊന്ന് പഞ്ചസാര ലായനിയിലേക്ക് ആ ജ്യൂസൊക്കെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇളക്കി ആ ഒരു പാനിൽ നിന്ന് വിട്ട് വരുന്ന പോലെ നമുക്ക് തോന്നുന്ന ഒരു പരുവാകുമ്പോഴത്തേക്കും തൊട്ട് നമ്മളിങ്ങനെ എന്താ പറയുക, ഒറ്റനൂൽ പരുവം ആയിട്ടുണ്ടോ എന്ന് നോക്കുക. ഒറ്റനൂൽ പരുവം ആകുന്ന വരെയാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അത്രയും ഒരു ലെവലാവുന്ന വരെയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഒറ്റനൂൽ പരുവം ആകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം ചെറുതായിട്ട് ഇതേ പാനിൽ നിന്നൊക്കെ വിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇളക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. കണ്ടോ, ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും ആ പാനിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒറ്റനൂൽ പരുവം ആകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പം നമുക്കൊന്ന് ഒറ്റനൂൽപ്പരുവം ആയോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നോക്കുമ്പം നൂൽപ്പരുവം ആവുന്നതേ ഉള്ളൂ. അതായത് കണ്ടില്ലേ, ഇട്ട് പോകുന്നുണ്ട്. കുറച്ച് നേരം കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ ഒറ്റനൂൽപ്പരുവം ആയി എന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് ഒറ്റ നൂലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കുറച്ച് നേരം ഒരു മിനിറ്റ് നമുക്കൊന്ന് ചൂടൊന്ന് പോവാനായിട്ട് വയ്ക്കും. ഒരുപാട് സമയം വെച്ച് കഴിഞ്ഞാൽ കട്ടിയായി പോകും. അപ്പോൾ അതും ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. ഒരു മിനിറ്റിൽ കൂടുതൽ വെച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് അത് കട്ടിയായി പോയി. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഇതിൽ നമുക്കൊരു മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു മിനിറ്റ് ചൂടാറിയതിന് ശേഷം നമുക്ക് അതുപോലത്തെ ഒരു മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലപോലെ ചൂടാറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ടിയായി പോകും, പിന്നെ ഒഴിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് ലാസ്റ്റത്തെ കളറ് മാറി വന്നിരിക്കുന്നുണ്ടോ. കട്ടിയായി കഴിഞ്ഞാൽ ഞാൻ വീണ്ടും സെറ്റ് ആകുമോ എന്നറിയാനായിട്ട് ഒന്നും കൂടി ചൂടാക്കി നോക്കി. പക്ഷേ അത് വേറൊരു തരിതരിയായിട്ട് വന്നു. അല്ലാണ്ട് അത് ഒരു ലിക്വിഡ് ഫോമിലേക്ക് പിന്നെ വരുന്നില്ലായിരുന്നു. അപ്പോൾ അതാണ് ലാസ്റ്റത്തെ തന്നെ കളർ ചേഞ്ച് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ചൂട് നല്ലോണം ആറാൻ നിന്ന് കഴിഞ്ഞാൽ കട്ടിയായി പോകും. അതിന് മുമ്പായിട്ട് ഇതുപോലൊരു ട്രെയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ മോൾഡ് തന്നെ വേണമെന്നില്ല. അപ്പോൾ വളരെ എളുപ്പത്തിൽ വെറും 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മിഠായി റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അതും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു സംഭവം വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകും. വാഴയിലയുടെ ചവർപ്പൊന്നും ഉണ്ടാവില്ല. അത് ഞാൻ ഗ്യാരണ്ടിയാണ്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയിലേക്ക് മിഠായി ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും. കളർ ചേർക്കണം എന്നില്ല, കളർ ഓപ്ഷണലാണ്. അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു എന്താ പറയുക, വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു മിഠായി തന്നെയാണ്. വളരെ എളുപ്പത്തിൽ അധികം സമയമൊന്നും എടുക്കില്ല. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള അടിപൊളി റെസിപ്പീസ് കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ പുതിയ അടിപൊളി വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ പടപടേന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മറക്കാണ്ട് ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.